ഇതേ രീതിയിലേക്കുള്ള വളർച്ച കാലക്രമേണ ഉണ്ടായ വേടന്റെ വിഷയത്തിൽ അതൊരു രാഷ്ട്രീയമായിട്ടുള്ള അജണ്ടയാണെന്നും ആരാർക്ക് പറയാൻ പറ്റുന്നത് എങ്ങനെയാണ്? അല്ല, ഞാൻ പറഞ്ഞത് വേടന്റെ രാഷ്ട്രീയമായ അജണ്ടയെന്നല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ ദളിത ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് എത്രത്തോളം ശ്രമിക്കുന്നതെങ്കിൽ ഇതൊരു രാഷ്ട്രീയ അജണ്ടയാണെന്നുള്ള രീതിയിലേക്ക് വേടന്റെ വളർച്ചയിൽ എങ്ങനെയാണ് അത് ഞാൻ വ്യക്തമായിട്ട് പറയാം. ഇപ്പം ഞാൻ വേടനെ എപ്പോഴാണ് രോഹിത് ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുള്ളത്? തീർച്ചയായിട്ടും ഞാൻ ശ്രദ്ധയിൽ വരുന്നത് റാപ്പ് സോങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് ഇത്രത്തോളം വലിയ ഷോകളും അല്ലെങ്കിൽ ബന്ധപ്പെട്ടല്ല. ഏകദേശം എത്ര നാളുകൾക്ക് മുന്നേ ആണോ? എനിക്ക് ഒരു 2-3 വർഷം. എനിക്ക് തോന്നുന്നു 2016 തോന്നുന്നല്ലോ വേടന്റെ ആദ്യത്തെ പാട്ട് സോങ് വരുന്നു. ഞാൻ കേട്ടിട്ടൊന്നുമില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പൊതുവെ ഈ റാപ്പ് സോങ്ങുകൾ കേൾക്കുന്ന ഒരാളല്ല. ഇപ്പം ബിഗ് ബോസിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന റിനോഷിൻ്റെ 1 കോടിയിലധികം ആൾക്കാർ കേട്ടിട്ടുള്ള പാട്ടാണ് ഈ മല്ലു. ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങി വന്നതിന് ശേഷം റിനോഷ് ചെയ്ത വർക്ക് എന്താണെന്ന് സെർച്ച് ചെയ്ത് കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പം പൊതുവെ റാപ്പ് സംഗീതം ഞാനങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. പക്ഷേ റാപ്പ് സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാർക്കുണ്ട്. അവർക്കിടയിൽ വേടൻ ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് വേടനെ ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത് ഒരു റേപ്പ് അലിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. 2023 ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വരുന്നു. ആ പെൺകുട്ടി കോടതിയിൽ പരാതി കൊടുക്കാത്തത് കൊണ്ട് നമ്മളാരും അതിൻ്റെ കേസിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചില്ല. പക്ഷേ ഇദ്ദേഹം അതിന് മാപ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് 2022 കഞ്ചാവ് കേസുമായിട്ട് പിടിക്കപ്പെട്ടു. രണ്ടാമത് വീണ്ടും കഞ്ചാവ് കേസുമായി പിടിക്കപ്പെട്ടു. അപ്പോൾ ഈ ഒരു പരിധി മൊത്തം എടുത്ത് നോക്കൂ. ആരെങ്കിലും കേരളത്തിൽ ഇദ്ദേഹത്തിൻ്റെ വളർച്ചയ്ക്ക് തടസ്സം ചെയ്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞത് 2016 ചെറിയ രീതിയിൽ തുടങ്ങി താഴെ തട്ടിൽ നിന്ന് വളർന്നു വന്നു. പതിയെ തൻ്റെ കഴിവുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭയങ്കര ഒരു ഓറയുള്ള ഒരു പാട്ടുകാരനാണ്. ഭയങ്കരമായ രീതിയിൽ ഓഡിയൻസിനെ ആകർഷിക്കാൻ ശേഷിയുള്ള വാക്കുകളിലും വരികളിലും അഗ്നി പടർത്താൻ ശേഷിയുള്ള ഒരു പാട്ടുകാരൻ തന്നെയാണ്, ഒരു സംശയം വേണ്ട. അതുകൊണ്ട് തന്നെയാണ് അയാളിലേക്ക് ഒരുപാട് പേർ ആകർഷകരായത്. അയാളുടെ വളർച്ചയ്ക്ക് അയാളുടെ ജാതി തടസ്സമായിരുന്നു. എനിക്കിപ്പോഴും വേടൻ്റെ ജാതി എന്താണെന്ന് പോലും അറിയില്ല കേട്ടോ. ജാതി വേണ്ടി ചെയ്യുന്നു അല്ലല്ല, അത് വേണം പറഞ്ഞു. വേടനിലൂടെ മറ്റുള്ളവർ ആരോപിക്കുന്ന ആരോപണങ്ങളാണ്. എന്റെ ചോദ്യം വളരെ വ്യക്തമാണ്. ഇത്രയേ ഉള്ളൂ. അതായത് ആ വളർച്ചയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അതായത് അകമ്പടിയോടെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ അജണ്ടയോ ഉണ്ടായിരുന്നു? വളർച്ചയ്ക്ക് ഇല്ല, ഒരിക്കലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇല്ല. പക്ഷേ ഞാൻ പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ആ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് അഖിൽമാരാറിന്റെ സ്റ്റേറ്റ്മെന്റ് ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്നൊരു കാര്യമുണ്ട്. ദളിത് ഉന്നമനത്തിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്തത്? അല്ലെങ്കിൽ ആളുടെ 5 ലക്ഷത്തിൽ നിന്നുള്ള പ്രതിഫലം 25 ലക്ഷത്തിലേക്ക് ഉയർത്തി കൊടുക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത്? അത് ആരെങ്കിലും ഉയർത്തി കൊടുക്കുന്നത് ആരാ? ഒരു രാഷ്ട്രീയ പാർട്ടിയാണോ? അല്ല, അത് രാഷ്ട്രീയ പാർട്ടി വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ശരിക്കും അടുത്ത വരികളിലാണ് ഇത് കുറിക്കുന്നത്. അല്ല, ഞാൻ അത് എപ്പോഴാണ്, നമ്മൾ ഏത് സാഹചര്യത്തിലാണ്, എന്തുകൊണ്ടാണ് 2024 നമ്മൾ വേടനെ കുറിച്ചൊന്നും പറയാഞ്ഞത്? കല മാറ്റി, പാട്ട് മാറ്റി, വേടൻ രാഷ്ട്രീയം പറയാൻ തുടങ്ങി. വേടൻ അവിടെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഈ ദളിതരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശ്രീരാമനെ അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ജയ് ശ്രീറാം വിളിക്കുന്നത് കൊലപാതകികളാണ്. കൊലപാതകത്തിന് മുമ്പ് വിളിക്കുന്ന വിളിയെന്നാണ് ജയ് ശ്രീരാമനെ കുറിച്ച് പറഞ്ഞേക്കുന്നത്.